നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ വാരഫലം, ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ 29 ബുധനാഴ്ച മുതലുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാം ഈ ഒരു ശുഭാശുഭ ഫല ചർച്ച ചെയ്യുമ്പോൾ മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. ഇടവൻ രാശിയിൽ ചൊവ്വ, മിഥുനത്തിൽ ബുധൻ, കർക്കിടകത്തിൽ സൂര്യനും വ്യാഴവും, ചിങ്ങത്തിൽ ശുക്രനും കേതുവും, മകരത്തിൽ ചന്ദ്രനും, കുംഭത്തിൽ രാഹുവും, മീനത്തിൽ ശനിയുമാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോൾ അതെപ്രകാരം ഓരോ രാശിക്കാർക്കും അവരുടെ രാശിക്ക് അനുസൃതമായ ഫലത്തെ, ശുഭാശുഭ ഫലത്തെ പ്രദാനം ചെയ്യുന്ന ചർച്ചയാണ് നാം ചെയ്യുന്നത്. മൂലം, പുരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഈ വാരം ധനുരാശിയിൽ ഗ്രഹങ്ങളില്ല. 2-ാം ഭാവത്തിൽ മകരത്തിൽ ചന്ദ്രൻ, 3-ൽ രാഹു, 4-ാം ഭാവത്തിൽ ശനി, 6-ാം ഭാവത്തിൽ ചൊവ്വ, 7-ാം ഭാവത്തിൽ ബുധൻ, അഷ്ടമത്തിൽ സൂര്യൻ, വ്യാഴം, 9-ാം ഭാവത്തിൽ ശുക്രൻ, കേതു. ഇവിടെ ലഗ്നാധിപനായ വ്യാഴം അഷ്ടമത്തിൽ സൂര്യനോടുകൂടെ നിൽക്കുന്നു. അതൊരു നല്ല യോഗമാണോ? നല്ല യോഗമല്ല. ധനുരാശിക്കാർ പിതൃധനി, പിതാവിൻ്റെ ധനം അനുഭവിക്കേണ്ടവരാകുന്നു. ഇവിടെ പൈതൃകമായ സ്വത്ത് വകകൾ, അത് മാതൃകമായാലും ജന്മഭൂമി, ജനിജഗൃഹം, ഇതൊക്കെ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ വിൽക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന ബാധ്യതകൾ തൻ്റെ തലയിൽ വന്ന് വീഴുക തുടങ്ങിയ ധാരാളം ക്ലേശങ്ങൾ അനുഭവിക്കുന്ന വാരമായിരിക്കും ഇത്. കുടുംബത്തിനോടുള്ള താല്പര്യം തന്നെ വളരെയധികം കുറയും. അതിനാൽ വീട് വിട്ട് പലപ്പോഴും മാറി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക, തൽക്കാലം വീട്ടിലെ മാനസിക സംഘർഷങ്ങൾ വരുമ്പോൾ സ്വന്തം ഗൃഹം ഉപേക്ഷിച്ച് പുറത്തേക്ക് മറ്റൊരു വീട്ടിലേക്ക് പോവുക, ഇതിനൊക്കെ ഈ വാരത്ത് വളരെയധികം സാധ്യതകൾ വളരെ കൂടുതലാണ്. ശ്രദ്ധിക്കണം. പിണങ്ങിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഒരു ശാപത്തോടുകൂടി, വീട്ടുകാരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ശാപത്തോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതെ നോക്കുക. എടുത്തുചാടി ചില സ്ത്രീകൾ തൻ്റെ വശത്തേക്ക് വരുന്നൊരു സമയവും കൂടിയാണ്. വശം ദർശനയാതി ദേവാംഗനാഭി, 2-ൽ ചന്ദ്രൻ വരുമ്പോൾ അപ്രകാരമാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ദേവസ്ത്രീകൾ തൻ്റെ അടുത്ത് വരുമെന്നാണ്. ഇവിടെ അഷ്ടമത്തിൽ സൂര്യനാണ്. പലപ്പോഴും എടുത്തുചാടി തൻ്റെ സൗഭാഗ്യം സ്ത്രീകൾ കാരണം നഷ്ടപ്പെടുന്ന സമയവും കൂടിയാണിത്. അതിനാൽ ധനരാശിക്കാർ വളരെ ചിട്ടയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് നയിച്ചില്ലെങ്കിൽ ഈ വാരം വലിയ ബുദ്ധിമുട്ടുകളൊക്കെ വരും. ഒക്കെ നഷ്ടപ്പെടാനാണ് സാധ്യത കൂടുതൽ. പ്രത്യേകിച്ച് പൈതൃകമായ, മാതൃകമായ വിഷയത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളൊക്കെ തന്നെ നിർബന്ധമായും വരുന്ന ഈ കർക്കിടക മാസം പിതൃക്കളുടെ കർമ്മം, ശ്രാദ്ധാദി കർമ്മങ്ങൾ നിർബന്ധമായും ധനുരാശിക്കാർ അനുഷ്ഠിക്കണം. അതിലൂടെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ തന്നെ ഒരു പരിഹാരം അപ്രകാരം സംഭവിക്കട്ടെ. ശാരീരികമായി കണ്ണുകളെയും പൈൽസിനെയും ശ്രദ്ധിക്കണം. ഘനമുള്ള വസ്തുക്കളെടുത്ത് പൊക്കുകയാണെങ്കിൽ ഡിസ്ക്, നടുസംബന്ധമായ ബുദ്ധിമുട്ടുകളും വരും. കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. അതിനാൽ മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ശ്വാസസംബന്ധമായ ബുദ്ധിമുട്ടുകൾ വളരെയധികം വരും. ലങ്സ് രോഗികളൊക്കെ തന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടുന്നൊരു വാരമാണിതെന്നറിയുക. ഇവിടെ നിർബന്ധമായും പിതാവിൻ്റെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കുക, മാതാവിൻ്റെയും. കാരണം 4-ാം ഭാവാധിപൻ മാതൃപതിയായ ഗ്രഹമാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്, 9-ാം ഭാവാധിപനും. അതിനാൽ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ രോഗികളാണെങ്കിൽ അവരുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ഈ വാരം അനുഷ്ഠിക്കുക. നമ്മൾക്കും ശാരീരികമായി മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ശിവക്ഷേത്രത്തിൽ വഴിപാടായി സമർപ്പിക്കുന്നത് വളരെയധികം ഉപകാരപ്പെടുന്ന വാരമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.